ഈ സമയം നട്ടാശ അവർ അവസാനം പോയ ഫിലിമിന്റെ പേരും അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യങ്ങളും പറയുന്നു. ഇത് കേട്ടപ്പോഴാണ് നീനയ്ക്ക് സത്യം മനസ്സിലാകുന്നത്. നട്ടാശ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നീ എങ്ങനെയാണ് അവിടെ അകപ്പെട്ടത്? നീ പേടിക്കണ്ട, എത്രയും വേഗം ഞാൻ നിന്റെ പേരൻസിനോട് കാര്യങ്ങളെല്ലാം പറയാം. നീ വെറുതെ ഫോണിൽ കളിച്ച് ടെൻഷൻ ആവാതിരിക്കെ. എന്താണെന്നാൽ അതിനുള്ളിൽ ഓക്സിജൻ കുറവായിരിക്കും. അതുകൊണ്ട് ടെൻഷൻ ആവാതെ ഇരിക്കാൻ പറയുകയാണ് നീന. ഫോൺ ഓഫ് ചെയ്ത് കിടക്കുകയാണ് നട്ടാശ. എന്നാൽ ഓക്സിജൻ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നട്ടാശയ്ക്ക് മര്യാദയ്ക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നില്ല. നീന, നിങ്ങൾ എവിടെയാണ്? എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ് നട്ടാശ. പെട്ടെന്ന് നീനയിൽ നിന്നും മറ്റൊരു വോയിസ് മെസ്സേജ് വരുന്നു. പ്ലേ ചെയ്ത് നോക്കിയതും അതിൽ നീന ചിരിക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് നട്ടാശ ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു വോയിസ് വരുന്നു. അത് പ്ലേ ചെയ്തതും നട്ടാശ, നിന്നെ രക്ഷിക്കാൻ ആരും അങ്ങോട്ട് വരില്ല. എന്താണെന്നാൽ നിന്നെ അവിടെ അടച്ചു വെച്ചത് ഞാൻ തന്നെയാണ്. നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് നട്ടാശ ചോദിക്കുമ്പോൾ നീനയുടെ ബോയ്ഫ്രണ്ടുമായി നട്ടാശയ്ക്ക് ഉണ്ടായിരുന്ന റിലേഷൻ നീന കണ്ടുപിടിച്ചതും അവർ സംസാരിച്ച വോയിസ് ഫോട്ടോസ് എല്ലാം നട്ടാശയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പ്ലീസ് നീന, എന്നോട് ക്ഷമിക്കൂ, എന്നെ രക്ഷിക്കൂ എന്നെല്ലാം നട്ടാശ പറയുമ്പോൾ സോറി നട്ടാശ, ഞാനിപ്പോഴാണ് നിന്നെ മുഴുവനായി മൂടിയത്, ഉള്ളിൽ കിടന്ന് ചാവൂ എന്ന് പറഞ്ഞ് നീന അവിടെ നിന്നും പോകുന്നു. നട്ടാശയും ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് മരിക്കുന്നു.